നമസ്തേ. നമസ്തേ. മനോജി, ഇന്നലെ വന്നൊരു വാർത്തയാണ്. മ്യാൻമർ തീരത്ത് റോഹിംഗ്യൻ അഭയാർത്ഥികളുമായി സഞ്ചരിച്ച 2 ബോട്ടുകൾ മുങ്ങി 500 പേർ കൊല്ലപ്പെട്ടെന്ന് കരുതുന്നതായിട്ട് ഐക്യരാഷ്ട്ര സംഘടന പറഞ്ഞിരുന്നു. ഒരു വാർത്ത വന്നതാണ്. അപ്പം ജൂൺ അവസാനം റാഖൈൻ സംസ്ഥാനത്ത് നിന്ന് പുറപ്പെട്ട ദുർബലമായ തടിബോട്ടുകളാണ് മോശം കാലാവസ്ഥയിൽ കടലിൽ മുങ്ങിയത്. ഏകദേശം 250 പേരുമായി പുറപ്പെട്ട ആദ്യ ബോട്ട് ജൂൺ അവസാനം തന്നെ അപ്രത്യക്ഷമായി. അപ്പം എന്തൊക്കെയോ ദുരൂഹതകൾ ഈ വാർത്ത വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ജൂൺ അവസാനം നടന്നൊരു സംഭവമാണ്. ഇപ്പോൾ ഇത്ര ദിവസം, ഇപ്പോൾ ജൂലൈ 18 ജൂലൈ 17, 18. അപ്പം എന്ത് തോന്നുന്നു മനോജി? അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പറയുന്നത് ഈ ഐക്യരാഷ്ട്രസഭ പറയുന്നതിൽ നിന്നും ഒരല്പം വ്യത്യസ്തമായ കാര്യങ്ങളാണ്. കാരണം 2 ബോട്ടുകൾ കാണാതായി, കടലിൽ മുങ്ങി, മ്യാൻമാർ തീരത്ത് മുങ്ങി എന്നുള്ളത് സത്യമാണ്. പക്ഷെ അവർ ഈ ഐക്യരാഷ്ട്രസഭ പറയുന്ന ഒരു തീയതികൾ പോലും വളരെ വ്യത്യാസമുണ്ട് എന്നാണ് പറയുന്നത്. രണ്ടാമത്തെ ബോട്ട് 250 പേരുമായിട്ടുള്ള രണ്ടാമത്തെ ബോട്ട് ഏതാണ്ട് മുഴുവനായി 500 പേരെന്നാണ് പറയുന്നത്. ഒരു കാര്യം ശ്രദ്ധിക്കുക, ദുർബലമായ തടി ബോട്ടുകൾ എന്ന് പറയുന്നുണ്ട്. ഒരു ബോട്ടിൽ എത്ര പേര് കൊള്ളുമെന്നുള്ളത്, അല്ലെങ്കിൽ 500 പേര് ഒന്ന് തിങ്ങി ഞെരുങ്ങിയെങ്കിലും ഇരിക്കണമെങ്കിൽ ആ ബോട്ടുകളുടെ ഒരു വലിപ്പം എത്ര വേണം? അതിലും കുറഞ്ഞ വലിപ്പത്തിലുള്ള ബോട്ടുകളാണ്. അപകട സാധ്യത കൂടുതലുണ്ട്. പക്ഷേ ആദ്യത്തെ പ്രശ്നം എന്ന് പറയുന്നത് ഈ തീയതികളാണ്. അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ നിന്ന് നമുക്ക് അറിയുവാൻ കഴിയുന്ന, നമ്മുടെ സുഹൃത്തുക്കൾ നമ്മളോട് പറയുന്നത്, രണ്ടാമത്തെ ബോട്ട് മുങ്ങിയിരിക്കാൻ സാധ്യത ജൂലൈ 8 ശ്രദ്ധിക്കണം, ജൂലൈ 8. ഇന്നലെ ജൂലൈ 17. മിനിഞ്ഞാന്നും ഇന്നലെയുമായിട്ടാണ് ഈ വിവരം പുറത്തു വരുന്നത്, ലോകം അറിയുന്നത് തന്നെ. ആദ്യത്തെ ബോട്ട് മുങ്ങിയിരിക്കുന്നത് ജൂൺ അവസാനമല്ല, ജൂൺ 10 അടുപ്പിച്ചുള്ള ഏതോ തീയതിയിലാണ് ഇത് പുറപ്പെട്ട ഉടനെ തന്നെ നടുകടലിൽ വെച്ച് കാണാതായത്. അതായത് ഈ സംഭവങ്ങൾ നടന്നിട്ട് 1 മാസം ആയേക്കാം. ആദ്യത്തെ ബോട്ട് അപ്രത്യക്ഷമായി, പിന്നാലെ രണ്ടാമത്തെ ബോട്ട് പോയി. ഇതിൻ്റെ തീയതികൾ പോലും കൃത്യമായിട്ട് ഐക്യരാഷ്ട്രസഭയുടെ കയ്യിൽ പോലും ഇല്ല എന്നുള്ളതാണ് വസ്തുത. ഐക്യരാഷ്ട്രസഭ തീയതികൾ എന്തുകൊണ്ട് മറച്ചു വയ്ക്കുന്നു എന്ന് ചോദിച്ചാൽ, അവരവിടെ വലിയ രക്ഷാപ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നുണ്ട് എന്നാണ് അവരുടെ അവകാശവാദം. പക്ഷേ കാര്യമായിട്ടുള്ള യാതൊരു രക്ഷാപ്രവർത്തനമോ അഭയാർത്ഥികളെ പുനരധിവസിപ്പിക്കാനുള്ള ഒരു പ്രവർത്തനമോ മ്യാൻമർ കേന്ദ്രീകരിച്ച് നടക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. ഈ വർഷം തുടങ്ങി 2006 തുടങ്ങിയിട്ട് തന്നെ ഔദ്യോഗിക കണക്കുകൾ അനുസരിച്ച് ഏതാണ്ട് 300ഓളം റോഹിംഗ്യകളെ കാണാതായിട്ടുണ്ട്. മരണപ്പെട്ടോ എങ്ങോട്ട് പോയി എന്നൊന്നും അറിയില്ല. ഈ 2 ബോട്ടുകൾ തായ്ലാൻഡോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഏതെങ്കിലും രാജ്യം ലക്ഷ്യമാക്കിയാണ് പോയി. അവരുടെ ലക്ഷ്യം ആ രാജ്യങ്ങളായിരുന്നു എന്ന് പറയപ്പെടുന്നു. ഇതിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു തരത്തിലും ഈ വാർത്ത പുറത്തു വരാതിരിക്കാൻ ആരൊക്കെയോ ശ്രമിക്കുന്നുണ്ട്. അല്ലെങ്കിൽ അതിലും സങ്കടകരമായ മറ്റൊരു കാര്യമായിരിക്കാം. ഒന്നുകിൽ ഇത്തരത്തിൽ ആരുടെയോ നിർബന്ധമുണ്ട് ഈ വാർത്ത പുറത്തു വരരുത്, അല്ല എങ്കിൽ അതിലും ദുഃഖകരമായൊരു അവസ്ഥയായിരിക്കാം. അവിടെ ആരും അങ്ങോട്ടേക്ക് ശ്രദ്ധിക്കുന്നില്ല. ശ്രദ്ധയിൽ വന്നപ്പോൾ പറഞ്ഞു, 1 മാസം മുമ്പ് മുങ്ങിയല്ലേ, അങ്ങനെ പറയണ്ട, നമുക്ക് ഈ അടുത്ത ദിവസങ്ങളിൽ എവിടെയോ ഇത് മുങ്ങി എന്നുള്ള ഒരു രീതിയിൽ കൊടുക്കാം. കാരണം ഈ അഭയാർത്ഥി പ്രശ്നം അവിടെ 2017 മുതൽ തുടങ്ങിയതാണ്. 2 വിഭാഗങ്ങൾ തമ്മിലുള്ള കലഹം, അതിൽ തന്നെ ഈ റോഹിംഗ്യകൾ ഇരകളാക്കപ്പെടുന്നു എന്നാണ് പൊതുവെയുള്ളൊരു ആരോപണം. അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള കൊടുക്കൽ വാങ്ങലുകളിൽ ഒരു വിഭാഗത്തിന് ശക്തി ആർജിച്ചപ്പോൾ ഉണ്ടായ ഒരു പ്രശ്നമാണ് ഈ അഭയാർത്ഥി പ്രവാഹം. റോഹിംഗ്യകൾ കാര്യമായിട്ട് തന്നെ അവിടെ കൊല്ലപ്പെടുകയും അവിടുന്ന് തുരത്തി ഓടിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. പലായനം ചെയ്യേണ്ട ഒരു അവസ്ഥ തന്നെയുണ്ട്. ഭാരതത്തിലേക്കൊക്കെ അനധികൃതമായി ഒരുപാട് റോഹിംഗ്യകൾ കുടിയേറിയിട്ടുണ്ട്. അതിൻ്റെയൊക്കെ പ്രശ്നങ്ങൾ മറ്റൊരു വശത്ത്. എന്നാൽ ഈ അഭയാർത്ഥി പ്രശ്നത്തെ വേണ്ട രീതിയിൽ, ഐക്യരാഷ്ട്രസഭയെക്കുറിച്ച് പറയുന്നത്, ലോകത്തെവിടെ അഭയാർത്ഥി പ്രശ്നങ്ങൾ ഉണ്ടായാലും അവരവിടെ ക്യാമ്പ് തുടങ്ങുകയും അവരും റെഡ് ക്രോസും അവിടെ ഉണ്ടാകുമെന്നുള്ള തരത്തിലാണ് കാര്യങ്ങൾ പോകുന്നത്. അല്ലെങ്കിൽ ഡോക്ടേഴ്സ് വിത്തൗട്ട് ബോർഡേഴ്സ് എന്നൊക്കെ പറയുന്ന സംഘടനകൾ ഈ പ്രദേശങ്ങളിലെല്ലാം എത്തിച്ചേരുമെന്നാണ് പൊതുവെയുള്ള അവകാശവാദങ്ങൾ. മ്യാൻമറിൽ മാത്രം ഇതൊന്നും കാണാനില്ല. അതുകൊണ്ട് തന്നെ ഈ വാർത്തയുടെ പിന്നിലുള്ള ഏറ്റവും വലിയ ദുരൂഹത ലോകം ഈ പ്രശ്നത്തെ കൈകാര്യം ചെയ്യുന്ന രീതിയിൽ മാത്രമാണ്. അല്ലാതെ അവിടെ നിന്നുള്ള അഭയാർത്ഥി പ്രവാഹം ഇന്നും ഇന്നലെയും തുടങ്ങിയിട്ടില്ല. ഏതാണ്ട് 10 വർഷങ്ങളാകാൻ പോകുന്നു. 2027 10 വർഷങ്ങളാവും ഇത് ഒരു വലിയ രീതിയിൽ ലാർജ് സ്കെയിലായിട്ട് അവിടുന്ന് ഒരു റെഫ്യൂജി ക്രൈസിസ് തുടങ്ങിയിട്ട്, ഒരു അഭയാർത്ഥി പ്രവാഹം തുടങ്ങിയിട്ട്. ലോക സംഘടനകളുടെ, ഐക്യരാഷ്ട്രസഭകളുടെ, സാധാരണ ഐക്യരാഷ്ട്രസഭയുടെയും മറ്റ് സംഘടനകളുടെയും ശാന്തി ദൂതന്മാരാണെന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന, മറ്റെവിടെയെങ്കിലും ഏതെങ്കിലും ഒരു തരത്തിൽ ഒരു വെടി അറിയാതെ ആകാശത്തേക്ക് പൊട്ടിയാൽ ഉടനെ പ്രസ്താവന ഇറക്കുന്ന, ആശങ്ക പ്രകടിപ്പിക്കുന്ന ഇവർക്ക് മ്യാൻമറിൻ്റെ കാര്യത്തിൽ ഇത്രയേ ഉള്ളൂ. 1 മാസം മുമ്പ് നടന്ന ബോട്ടപകടത്തിൽ 500 പേർ മരിച്ചു എന്നുള്ളത് ഇന്നലെയോ മിനിഞ്ഞോന്നോമാണ് അവരൊരു വാർത്തയായി പുറത്തുവിടുന്നത്. വാർത്തയായി പുറത്തുവിട്ടതിന് ശേഷം അതിൻ്റെ ഒരു ഫോളോ അപ്പ് പോലും അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ അനുവദിക്കപ്പെട്ടിട്ടില്ല. അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ പലരും അത് ചെയ്യുവാൻ ശ്രമിച്ചിരുന്നു. പക്ഷേ ഈ പറഞ്ഞ പോലെ കിൽഡ് അറ്റ് ദ ഡെസ്ക് എന്ന് പറയും ചില സ്റ്റോറീസ്. ഡെസ്കിൽ, എഡിറ്റേഴ്സ് ഡെസ്കിൽ കൊണ്ടുവരുമ്പോഴത്തേക്ക് അവിടെ വെച്ച് കിൽ ദ സ്റ്റോറി, മറച്ചു വയ്ക്കുക.
ആ രീതിയിലാണ് ഇത് കൈകാര്യം ചെയ്യപ്പെടുന്നതെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളിലെ നമ്മുടെ സുഹൃത്തുക്കളിൽ നിന്ന് നമുക്കറിയുവാൻ. അതുകൊണ്ടാണ് മനോജ് ഇപ്പം ഈ ഒരു വാർത്ത ഇങ്ങനെ വന്നിട്ട് പോലും നമ്മുടെ കേരളത്തിലാണെങ്കിലും കുറച്ച് പുരോഗമന സാംസ്കാരിക നായകരുണ്ടല്ലോ, പ്രബുദ്ധരായിട്ട് കുറച്ച് ആൾക്കാരുണ്ടല്ലോ, എന്ത് വിഷയം വന്നാലും ഇപ്പം ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു, ക്യാമ്പയിൻ, സോഷ്യൽ മീഡിയ ക്യാമ്പയിനിങ് നടത്തുന്നു, അവരൊന്നും ഒരു വലിയ അനക്കമൊന്നും കാണുന്നില്ലല്ലോ. ഒരു സപ്പോർട്ട് ചെയ്യാൻ എന്താണ് അതിന്റെ ഒരു പിന്നിൽ? അതിന്റെ പിന്നിലുള്ള കാര്യം വളരെ ലളിതമാണ്. കാരണം ഇന്ന് ഇടയ്ക്ക് ഓപ്പോസിറ്റ് എതിർവശത്ത് ശത്രുപക്ഷത്ത് നിർത്താൻ ഇവിടെ ജൂതനോ ഹിന്ദുവോ ഇല്ല. ഏറ്റവും ചുരുങ്ങിയ പക്ഷം ആ ബോട്ടുകൾ ഭാരതത്തെ ലക്ഷ്യമാക്കിയിട്ടാണ് വന്നുകൊണ്ടിരുന്നതെങ്കിൽ പോലും ഇവിടെ വലിയ മുറവിളികൾ വരുന്നതിന് ആ പേരും പറഞ്ഞ് അഭയാർത്ഥികളെ സ്വീകരിക്കണം. കാരണം രോഹിംഗ്യകളുടെ കാര്യത്തിൽ ഭാരതം വളരെ കർശനമായൊരു ഒരു നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. അനധികൃതമായിട്ട് ഇവരെ അഭയാർത്ഥികളെ ഞങ്ങൾ സ്വീകരിക്കുന്നില്ല. അതിൽ ഭാരതത്തെ കുറ്റം പറയുവാൻ ലോകത്ത് ഒരു രാജ്യത്തിനും ധാർമ്മികമായ അവകാശവുമില്ല. കാരണം 140 കോടി എണ്ണത്തിന് ഇവിടെ തന്നെ തീറ്റിപ്പോറ്റണം. അത് അവന്മാരെ കൊണ്ടുള്ള ശല്യമേ സഹിക്കാൻ വയ്യ. അപ്പോഴാണ് പുറത്തു നിന്ന് പുതിയതായിട്ട് ആളെ എടുക്കുന്നത്. അങ്ങനെ എടുക്കുന്നില്ല എന്നുള്ളതാണ് ഭാരതത്തിൻ്റെ തീരുമാനം. അപ്പോൾ ചോദിക്കും CAA ഒന്ന്. CAA ശരിക്കും ദുരിതം അനുഭവിക്കുന്ന ന്യൂനപക്ഷക്കാരെ പ്രതിയാണ്. ഈ റോഹിംഗ്യകൾ ന്യൂനപക്ഷമല്ല, ഇവിടെ ഭൂരിപക്ഷമാണ്. ഈ ഭൂരിപക്ഷമായിട്ടുള്ള മറ്റ് പലർക്കും അത് ഈ ഐക്യരാഷ്ട്രസഭയ്ക്ക് ഉൾപ്പെടെയുള്ളവർക്ക് അവർക്ക് സഹായം ചെയ്യാമെന്നേ. അവരാരും ചെയ്യാത്തത് ഭാരതം തന്നെ ചെയ്യണമെന്ന് എന്തിനാണ് വാശി? ഭാരതത്തിന്റെ മേലെ അതൊരു അധിക സമ്മർദ്ദമാണ്. ഇത് ഭാരതത്തെ ലക്ഷ്യമാക്കി പുറപ്പെട്ട ബോട്ടുകളല്ല എന്നുള്ളതിനാലും ഈ ശത്രുപക്ഷത്ത് ഈ ബോട്ട് മുങ്ങാൻ കാരണം ഇവരെ അടികൊടുത്ത് ഓടിച്ചത് ജൂതനോ ഹിന്ദുക്കളോ അല്ല എന്നുള്ള കാരണത്താലുമാണ് റോഹിംഗ്യകൾ ഇങ്ങനെയുള്ള അവഗണനകൾ നേരിടുന്നത്. ഷേവ് റോഹിംഗ്യ എന്നുള്ള കരച്ചിലുകൾ കേരളത്തിൽ നിന്നും ഭാരതത്തിൽ നിന്നും ഉയരാത്തത്. അല്ലെങ്കിൽ അത്ര തീക്ഷ്ണമായി ഗാസയുടെ കാര്യത്തിൽ ഓൾ ഐസ് ഓൺ റാഫ എന്ന് പറയുന്നത് പോലെയോ ഗാസയിലെ കൊച്ചു കുഞ്ഞുങ്ങൾ എഞ്ചിനീയറും ഡോക്ടറും ആകേണ്ടതായിരുന്നു എന്ന് പറഞ്ഞ് നമ്മുടെ സാഹിത്യകാരികൾ അല്ലെങ്കിൽ സാഹിത്യകാരന്മാർ, സിനിമയിലെ പ്രമുഖർ ലാലി ഗീലിയൊക്കെ വന്ന് നെഞ്ചത്തടിച്ച് കരയുകയും ഒക്കെ ചെയ്യായിരുന്നു. ഇവർ നാളെ ഡോക്ടറും എഞ്ചിനീയറുമായിട്ട് എവിടെയെങ്കിലും പോയി ബോംബ് വയ്ക്കേണ്ടതായിരുന്നു എന്നുള്ള രീതിയിലുള്ള കരച്ചിലുകളൊന്നും ഇവരെക്കുറിച്ച് ഉണ്ടാകാത്തത്. റോഹിംഗ്യകൾ എന്നുള്ളത് ഒരു തരത്തിൽ മറ്റൊരു കാര്യം കൂടിയുണ്ട്. റോഹിംഗ്യകൾ എന്ന് പറയുന്നത് അവരുടെ വിഭാഗം തന്നെ കാണുന്നത് അവരുടെ ഇടയിൽ ഏറ്റവും അധകൃത വർഗമായിട്ടാണ്, അടുപ്പിക്കാത്തൊരു വർഗമാണ്. ബംഗ്ലാദേശികൾ അവരെ സ്വീകരിക്കില്ല എന്ന് പറയുമ്പോൾ ആലോചിച്ച് നോക്കും. ലോകത്തെ എനിക്ക് തോന്നുന്നു ലോകത്തിൽ ഇഷ്ടംപോലെ സമ്പന്നരായിട്ടുള്ള മുസ്ലിം രാജ്യങ്ങളുണ്ടോ, അവരൊന്നും സ്വീകരിക്കുന്നില്ലല്ലോ അവരെ. 13 അതിസമ്പന്ന മുസ്ലിം രാജ്യങ്ങളുണ്ട്, 58 മുസ്ലിം രാജ്യങ്ങളുണ്ട്, 58 59 മുസ്ലിം രാജ്യങ്ങളുണ്ട്. അതിൽ തന്നെ അതിസമ്പന്ന ശ്രേണിയിൽപ്പെടുന്ന 13 മുസ്ലിം രാജ്യങ്ങളുണ്ട്. അവരൊക്കെ ഇടയ്ക്ക് ധനസഹായം ചെയ്യുന്നു എന്നുള്ളൊരു പേര് പറയുന്നു എന്നുള്ളതല്ലാതെ അഭയാർത്ഥികളെ സ്വീകരിക്കില്ല. അവരുടെ ഒരു കാര്യം എടുത്തു കഴിഞ്ഞാൽ റോഹിംഗ്യകളുടെ കാര്യത്തിൽ അല്ല കേട്ടോ, ഈ മുസ്ലിം രാജ്യങ്ങളിൽ നിന്ന് അഭയാർത്ഥിയായിട്ട് വരുന്ന ഒരൊറ്റ വർണ്ണത്തിനെ അവരവരുടെ പടി കയറ്റില്ല. ഏറ്റവും നല്ല ഉദാഹരണം ഈജിപ്റ്റാണ്. ഈ ലോക ഫുട്ബോൾ ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈജിപ്ഷ്യൻ ടീം ഇവിടെ വന്ന് കാണിക്കാത്ത പ്രദർശനപരതയൊന്നുമില്ല. ഗാസയ്ക്ക് വേണ്ടി പലസ്തീൻ്റെ പതാകയുമായിട്ട് ഓടുന്നു, ഡ്രസ്സിംഗ് റൂമിൽ അള്ളാഹു അക്ബർ വിളിച്ച് ഗാസയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, കാഫിറുകളെ തോൽപ്പിക്കാൻ ശക്തി തരണേ എന്ന് പ്രാർത്ഥിക്കുന്നു, ഗാസയ്ക്ക് വേണ്ടിയാണ് ഞങ്ങളുടെ വിജയമെന്ന് പ്രഖ്യാപിക്കുന്നു, ഗാസയെ സ്നേഹിക്കാത്തവൻ മനുഷ്യനല്ല എന്ന് പ്രഖ്യാപിക്കുന്നു, അവരുടെ കോച്ച് തന്നെ നേരിട്ടിറങ്ങി പ്രഖ്യാപിക്കുന്നു. ഇതെല്ലാം ചെയ്യുന്ന ഈജിപ്റ്റ് ലോകത്തെങ്ങും ഇല്ലാത്ത പൊക്കത്തിലാണ് മതിൽ കെട്ടിവെച്ചിരിക്കുന്നത് പാലസ്തീന് ചുറ്റും, അവിടെ നിന്ന് ഒരുത്തനും അങ്ങോട്ട് കയറാതിരിക്കാൻ. ഇതാണ് മുസ്ലിം രാജ്യങ്ങളുടെ ഇത്തരത്തിലുള്ള അഭയാർത്ഥികളോടുള്ള ഒരു പെരുമാറ്റം. അതിലവരെ ഞാൻ കുറ്റം പറയുകയല്ല കേട്ടോ. കാരണം ഈ വരുന്നവനൊക്കെ എത്തരക്കാരാണെന്നുള്ളത് അവർക്ക് നല്ല നിശ്ചയമുണ്ട്. ഇവിടുന്ന് പട്ടിണി കിടന്ന് നട്ടലൊട്ടിപ്പിടിച്ച് എഴുന്നേറ്റ് നിൽക്കാൻ ശേഷിയില്ലാതെ വരുന്നവൻ അവിടെ ചെന്ന് അത്യാവശ്യം ആഹാരമൊക്കെ കഴിച്ചൊന്ന് പുഷ്ടിപ്പെടുമ്പോൾ അവന് പിന്നെ അവൻ്റെ നിയമം അവിടെ ഉണ്ടാക്കണമെന്നുള്ള രീതിയിൽ അവിടെ ആ രാജ്യത്ത് കുഴപ്പമുണ്ടാക്കി തുടങ്ങും. അത്തരത്തിലുള്ള കുഴപ്പങ്ങൾ എന്തിനാണ് വെറുതെ വലിച്ച് തലയിൽ വയ്ക്കുന്നത്? കാരണം ഇവരുടെ എല്ലാം ചിന്താഗതിയും ആശയങ്ങളും അടിസ്ഥാന മതതത്വങ്ങളും എല്ലാം ഒന്നായതുകൊണ്ട് അവർക്കറിയാം എന്ത് വലിയ പ്രശ്നമാണ് ഈ വരുന്നത് എന്നുള്ള അഭയാർത്ഥികൾ. ഇതൊക്കെ കൊണ്ടാണെന്ന് തോന്നുന്നു ഇപ്പം ബ്രിട്ടൻ അല്ലെങ്കിൽ മറ്റേ ഈ അടുത്തൊരു രാജ്യം ഡെൻമാർക്ക് അതുപോലുള്ള രാജ്യങ്ങൾ പുതിയ നിയമങ്ങളൊക്കെ കൊണ്ടുവന്നിരുന്നു. സഹിക്കുന്നതിനൊരു പരിധിയില്ല. കാരണം യൂറോപ്പ് എന്ന് പറയുന്നത് ഇത്രയും വിശാല മനസ്കതയോടുകൂടി അവർക്കറിയില്ലായിരുന്നു. ഇവരെ സ്വീകരിച്ചത് ഇരുകൈയും നീട്ടി സ്വീകരിക്കുകയും പോളണ്ടിനെ പോലുള്ളവർ അത് നടക്കില്ല എന്ന് പറഞ്ഞപ്പോൾ മനുഷ്യത്വരഹിതമായിട്ടുള്ള പെരുമാറ്റമാണ്, നിങ്ങൾ രാക്ഷസന്മാരാണെന്നുള്ള രീതിയിൽ പോളണ്ടിനെ വിമർശിച്ച യൂറോപ്യൻ രാജ്യങ്ങളുണ്ട്, ഹംഗറിയും പോളണ്ടിനെയും ഒക്കെ. പക്ഷെ അവിടെയൊന്നും ഭീകരാക്രമണങ്ങളില്ല. ഇപ്പോൾ ഈ അഭയാർത്ഥി പ്രവാഹം ഒരു പരിധി കടന്ന് ഈ വന്ന് കയറിയ അഭയാർത്ഥികൾ ഒരുവിധം എഴുന്നേറ്റ് നിൽക്കാനുള്ള ആരോഗ്യമായപ്പോൾ അവിടങ്ങളിൽ ഉണ്ടാക്കുന്ന കുഴപ്പങ്ങൾക്ക് ഒരു ലക്കും ലഗാനുമില്ലാത്ത കുഴപ്പങ്ങളാണ്. സ്ത്രീകൾ സുരക്ഷിതരല്ല, ഇവിടെ ശരിയ വേണമെന്നുള്ള ബഹളം. ഈ
ഒരു കാര്യം ശ്രദ്ധിക്കുക, ഈ ശരിയാ നിയമം നടപ്പാക്കിക്കൊണ്ടിരുന്ന ഒരു രാജ്യത്ത് നിന്നാണ് കുത്തുവാള എടുത്ത് ജീവിക്കാൻ വകയില്ലാതെ ജനാധിപത്യം നിലനിൽക്കുന്ന രാജ്യങ്ങളിലേക്ക് ഇവർ കുടിയേറുന്നു. അപ്പോൾ മടുത്ത് ഇവരവസാനം ഒരു തീരുമാനമെടുത്തു, ഇനി ലണ്ടൻ്റെ അവസ്ഥയിലോ അല്ലെങ്കിൽ UK അവസ്ഥയിലേക്കോ പോകാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല. അതുകൊണ്ട് തന്നെയാണ് കഠിനമായ നിയമങ്ങൾ ഓരോ രാജ്യങ്ങളും കൊണ്ടുവരുന്നത്. അത് ഓസ്ട്രേലിയ ആണെങ്കിലും ഡെൻമാർക്ക് ആണെങ്കിലും അവർ ഒരുമിച്ച് ഇതിനെ നേരിടണമെന്നാണ് ഇപ്പോൾ പറയുന്നത്. UK ഏതാണ്ട് കൈവിട്ടു പോയൊരവസ്ഥയിലാണ്. 13 നഗരങ്ങളിൽ ഇപ്പോൾ ഉള്ളത് ജിഹാദി മേയർമാരാണ്. മുസ്ലിം മേയർമാരെന്ന് ഞാൻ പറയാത്തത്, ഈ ലണ്ടൻ്റെ മേയർ ഉൾപ്പെടെയുള്ള ആളുകൾ തീവ്ര ജിഹാദി മാനസികാവസ്ഥയുള്ളതാണ്. എന്നാൽ വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിൽ അവർ വളരെയധികം ആഡംബരപരതയോടുകൂടി അവരുടെ കുടുംബമൊന്നും പർദ്ദയോ ഒന്നും ഇടാതെ വളരെ അത്യാധുനിക വസ്ത്രങ്ങളെല്ലാം ധരിച്ച് നടക്കുന്നവരാണ്. പക്ഷേ പുറമെ ഒരു വേദിയിൽ ചെന്ന് മൈക്ക് അവരുടെ കയ്യിൽ കിട്ടിയാൽ അപ്പോൾ അവർ ജിഹാദികളായി മാറും. അത്തരത്തിലുള്ള 13 നഗരങ്ങൾ ഇവർ ഭരിക്കുന്നുണ്ട്. 13 ജിഹാദികൾ UK 13 നഗരങ്ങൾ ഭരിക്കുന്നുണ്ട്. അതുകൊണ്ട് UK ഒരു കൈവിട്ടു പോയ കേസാണ്. ആ ഒരു അവസ്ഥയിലേക്ക് ഏതാണ്ട് ഫ്രാൻസും എത്തിക്കൊണ്ടിരിക്കുകയാണ്. മറ്റ് യൂറോപ്യൻ രാജ്യങ്ങൾക്ക് ആ അവസ്ഥയിലേക്ക് പോകുവാനുള്ള താല്പര്യമില്ല. അതുകൊണ്ട് ഇപ്പോൾ വന്നവരെ തന്നെ എങ്ങനെയെങ്കിലും തിരിച്ചൊന്ന് പറഞ്ഞു വിടുവാനുള്ള തത്രപ്പാടിലാണ് അവർ. അതിനാണ് ഈ കഠിനമായിട്ടുള്ള നിയമങ്ങൾ അവർ കൊണ്ടുവരുന്നത്. അതിൻ്റെ ഇടയിൽ അവർ റോഹിംഗ്യകളെ എന്തായാലും സ്വീകരിക്കാൻ പോകുന്നില്ല. പിന്നെ അതുമാത്രമല്ല, ഈ ഒരു 13 അതിസമ്പന്ന രാജ്യങ്ങൾ, അതിൽ കൂടാതെ 45 ബാക്കി മുസ്ലിം രാജ്യങ്ങൾ, ഇത്രയും രാജ്യങ്ങൾ ഉള്ളപ്പോൾ അവർക്ക് എത്ര ആളുകളെ വേണമെങ്കിലും സ്വീകരിക്കാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അതിസമ്പന്ന രാജ്യങ്ങൾ സാമ്പത്തിക സഹായം മാത്രം ചെയ്താൽ ഒരുപാട് ഭൂപ്രദേശങ്ങളുള്ള മറ്റ് മുസ്ലിം രാജ്യങ്ങളുണ്ട്, അവിടെ ഇവരെ പുനരധിവസിപ്പിക്കാം. അത് ചെയ്യില്ല. അവിടെ ഇവരെ പുനരധിവസിപ്പിക്കാം, അത് അവർ ചെയ്യില്ല. അതിൻ്റെ കാരണമെന്ന് പറഞ്ഞാൽ അവർക്കറിയാം വലിയ പ്രശ്നങ്ങളാണ് ഈ വലിച്ചു തലയിൽ വയ്ക്കുവാൻ പോകുന്നത്. അവിടെ വന്നാൽ പിന്നെ ഗോത്രങ്ങൾ തമ്മിലുള്ള യുദ്ധങ്ങളായിരിക്കും, ഷിയയും സുന്നിയും, അല്ലെങ്കിൽ സുന്നികൾ തമ്മിലുള്ള അവിടുത്തെ ഏത് സ്കൂൾ ഓഫ് തോട്ടാണ്, ഏത് മാർഗധാരയാണ് പിന്തുടരേണ്ടത് എന്നുള്ള ഇതിലുള്ള യുദ്ധം തുടങ്ങും, പരസ്പരമുള്ള യുദ്ധം തുടങ്ങും. അത്രയ്ക്കുള്ള തത്രപ്പാടം ഒരു പൊല്ലാപ്പൊന്നും അവർ വലിച്ച് തലയിൽ വയ്ക്കില്ല. പകരം അവർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ പണം മുടക്കി UN പോലുള്ള സംഘടനകൾ വഴി ഭാരതത്തെ പോലുള്ള രാജ്യങ്ങൾ ഇവരെ സ്വീകരിക്കണമെന്നുള്ള സമ്മർദ്ദം ചെലുത്തും. എന്നിട്ട് ആ രാജ്യങ്ങൾ കുഴപ്പമുണ്ടാക്കുമ്പോൾ അതിൻ്റെ നേട്ടം കൊയ്യാനായിട്ട് അവർ വരും ഇതിൻ്റെ പുറകിൽ. കാരണം ഈ റോഹിംഗ്യകളുടെ അഭയാർത്ഥി പ്രവാഹത്തിൻ്റെ ഇടയിൽ ഒരുപാട് അഭയാർത്ഥികൾ തന്നെ, അനധികൃതമായി ഒരു രാജ്യത്തേക്ക് പ്രവേശിക്കുന്ന അഭയാർത്ഥികൾ തന്നെ ഒരു അസുഖകരമായ കാര്യമാണ്. പക്ഷേ അതിനും അപ്പുറത്തേക്ക് ദോഷകരമായിട്ടുള്ള ഒരുപാട് ഘടകങ്ങൾ ഈ അഭയാർത്ഥി പ്രവാഹത്തിൻ്റെ ഇടയിൽ കയറി കൂടുന്നുണ്ട്. കാരണം ISIS പോലുള്ളൊരു ഭീകര സംഘടനകളുടെ ഒരു കാലത്തുള്ള തന്ത്രം തന്നെയായിരുന്നു ഈ അഭയാർത്ഥി പ്രവാഹത്തിൻ്റെ ഇടയിൽ അവരുടെ ഓപ്പറേറ്റീവ്സിനെ കയറ്റിവിട്ട്, കാരണം ഇവരുടെ കയ്യിൽ ആരുടെ കയ്യിൽ രേഖകളില്ല. നുഴഞ്ഞുകയറ്റുകാരൊക്കെ ഇഷ്ടം പോലെ എല്ലാരും പിടിക്കുന്നുണ്ട്. ഭാരതം സുസജ്ജമായിട്ടിരിക്കുകയാണ്. പക്ഷേ ഇതിന്റെ ഒരു കാര്യം ആലോചിക്കുക, ബംഗ്ലാദേശ് ഉൾപ്പെടെയുള്ളവർ ഇടയ്ക്ക് ഇവരെ സ്വീകരിച്ചിട്ട് ഭാരതത്തിന്റെ അതിർത്തിയോട് അടുപ്പിച്ചൊരു ക്യാമ്പ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഏത് നിമിഷം വേണമെങ്കിലും ഇങ്ങോട്ട് തള്ളിവിടാനുള്ള ഒരു ശ്രമം നടത്താമെന്ന്. ഈ അഭയാർത്ഥികളാകുമ്പോഴുള്ള നുഴഞ്ഞുകയറ്റക്കാരെ വെടിവെച്ച് കൊല്ലാം. അഭയാർത്ഥികളെ വെടിവെച്ച് കൊല്ലുന്നതിൽ നിന്ന് ഭാരതീയ സേനയ്ക്ക് പിന്മാറേണ്ടി വരും പലപ്പോഴും. അപ്പോൾ ആലോചിച്ച് നോക്കും, വല്ലാത്തൊരു സംഘർഷാവസ്ഥ സൃഷ്ടിക്കാനുള്ളൊരു ശ്രമം പോലും ഈ പാവങ്ങളെ ഉപയോഗിച്ച് ചെയ്യുന്നുണ്ട്. ഈ പാവങ്ങളെന്ന് ഞാൻ പറയുന്നത് ഇക്കൂട്ടത്തിൽ ഒരുപാട് സാധുക്കളുണ്ട് കേട്ടോ. കാരണം ഈ 500 പേർ ബോട്ട് മുങ്ങി മരിച്ചതിൽ നിരവധി സ്ത്രീകളും കുട്ടികളും ഉണ്ട്. അതൊക്കെയാണ് സങ്കടമായിട്ടുള്ള കാര്യം. കാരണം ജർമ്മനിയിലേക്ക് കുടിയേറ്റം നടത്താൻ ശ്രമിച്ച് ബോട്ട് മുങ്ങി മരിച്ച അയലൻ കൊർദി എന്നുള്ളൊരു കുഞ്ഞിൻ്റെ പടം വെച്ച് ഒരുപാട് കാലം യൂറോപ്യരിൽ കുറ്റബോധം ഉണർത്തി കോടിക്കണക്കിന് ആളുകൾ നിരവധി രാജ്യങ്ങളിലേക്ക് കുടിയേറി. അതിൻ്റെ പരിണിത ഫലമാണ് ഇന്ന് ലണ്ടനും ഫ്രാൻസും ഒക്കെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവരെ അടിസ്ഥാനപരമായിട്ട് ഈ മതം എന്നുള്ളൊരു വികാരം, അല്ലെങ്കിൽ മതം എന്നുള്ളൊരു അത് കുത്തിവയ്ക്കുന്ന ഒരു സത്വബോധം ഞരമ്പിൽ ഓടുന്ന കാലത്തോളം ഇവരെ വിശ്വസിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് ദൗർഭാഗ്യകരമായിട്ടുള്ളൊരു സത്യം. മറുവശത്ത് ഈ ഗാസയ്ക്ക് വേണ്ടിയിട്ട് മുറവിളി കൂട്ടുന്ന സാഹിത്യകാരന്മാരും ഈ പൂക്കാസകളുണ്ടല്ലോ, പുരോഗമന കലാ സാഹിത്യകാരന്മാർ, പുകയടിച്ച് നടക്കുന്നവന്മാർ, അതുപോലുള്ളവന്മാരും പിന്നെ നമ്മുടെ സിനിമ, പ്രത്യേകിച്ച് മലയാള സിനിമയിലെ കുറച്ച് രാജപ്പനും തോൽവിനോയും ഒക്കെ മട്ടാഞ്ചേരി ടീംസും ഒന്നും റോഹിംഗ്യകൾക്ക് വേണ്ടിയിട്ട് കരയാത്തത്. ഒന്നാമത്തെ കാര്യം, അവന്മാർക്കാരും PR-ന് കാശ് കൊടുത്തിട്ടില്ല റോഹിംഗ്യയുടെ പേരിൽ. അതാണ് സത്യസന്ധമായ കാര്യം. രണ്ടാമത്തെ കാര്യം, ഈ റോഹിംഗ്യ എന്താണ്, മ്യാൻമർ എന്താണെന്നൊക്കെ ഒന്ന് അറിയണമെങ്കിൽ ഒരല്പം കുത്തിയിരുന്ന് വായിക്കണം. ഈ PR-ന് കാശ് കിട്ടാതെ എഴുതി കൊടുത്ത സ്ക്രിപ്റ്റ് അല്ലാതെ എന്തെങ്കിലും പ്രതികരിക്കണമെങ്കിൽ. പിന്നെ അല്ലെങ്കിൽ തന്നെ ഇവന്മാർക്ക് ഇത്തരത്തിലുള്ള വിഷയങ്ങളിലൊന്നും ഒരു താല്പര്യവും ഇല്ലാത്തൊരുത്തനാണ്. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഷേവ് ലക്ഷദ്വീപ് എന്ന് പറഞ്ഞ് നമ്മുടെ രാജപ്പൻ കുറച്ചു കാലം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഈ രാജപ്പൻ്റെ അനാർക്കലി എന്ന് പറയുന്ന ഒരു സിനിമ അവിടെ ചിത്രീകരിക്കാനായിട്ട് രാജപ്പനും സച്ചിയും കൂടി പോയി അവിടെ ഹരഹരോ വിളിച്ചതാണ്. കാരണം
അവിടുത്തെ ഈ മതനിയമങ്ങൾക്കനുസരിച്ച് ജീവിക്കുന്ന മനുഷ്യർ, കാരണം അവർക്ക് സിനിമ ഇഷ്ടമല്ല, പാട്ട് ഇഷ്ടമല്ല, സിഗരറ്റ് വലിക്കുന്നവരെ ഇഷ്ടമല്ല, കള്ളു കുടിക്കുന്നവരെ ഇഷ്ടമല്ല, പച്ചവെള്ളം അവർ കുടിക്കുന്ന രീതിയിൽ കുടിക്കാത്തവരെ ഇഷ്ടമല്ല. അത്തരത്തിലുള്ളൊരു അനുഭവം കണ്ടിട്ട് ഇവർ രണ്ടുപേരും വന്നിരുന്ന് പറഞ്ഞ കാര്യങ്ങൾ ഇപ്പോഴും സാമൂഹ്യ മാധ്യമങ്ങളിൽ ലഭ്യമാണ്. അവിടെയാണ് ആ 14-ാം നൂറ്റാണ്ട് അല്ലെങ്കിൽ 7-ാം നൂറ്റാണ്ടിലെ ജീവിത രീതിക്ക് മാറ്റം വരുത്തുവാനായിട്ട് ആധുനികവൽക്കരണം കൊണ്ടുവരാൻ ശ്രമിച്ച കേന്ദ്ര സർക്കാരിനെതിരെ ഷേവ് ലക്ഷദ്വീപ് എന്ന് പറഞ്ഞ് ഉമാർ ഇറങ്ങി. അത് കൃത്യമായിട്ട് ഞാൻ പറഞ്ഞതുപോലെ PR ഉൾപ്പെടെയുള്ള PR ഏജൻസികളുടെ കയ്യിൽ നിന്ന് കാശ് കിട്ടിയതുകൊണ്ടാണ്. അല്ലാതെ ഇവർക്ക് ലക്ഷദ്വീപിനോട് എന്ത് താല്പര്യം? ഒരു കാര്യം ഞാൻ എഴുതി വെച്ചുതരാം. ഈ പറയുന്ന സാമൂഹ്യ പ്രബുദ്ധത കാണിക്കുന്ന സിനിമാ താരങ്ങളുണ്ടല്ലോ, അതും മുഖ്യധാരയിൽ നിൽക്കുന്ന പ്രമുഖരായിട്ടുള്ള സിനിമാ താരങ്ങൾ, അവരിൽ ഒരു 10 പേരുണ്ടെങ്കിൽ അതിൽ 9 പേരുടെ കയ്യിലും ദുബായിലെ ഗോൾഡൻ വിസ കാണും, അല്ലെങ്കിൽ ഏതെങ്കിലും വിദേശ രാജ്യത്തേക്ക് പോകാനുള്ള സകല തയ്യാറെടുപ്പുകളും അവർ ഒരുങ്ങി ഇരിക്കുക തന്നെ ആയിരിക്കും. ദുബായിലേക്കുള്ള ഗോൾഡൻ വിസയിൽ ഇപ്പോൾ ഒരു അല്പം സംശയം കാണും അവർക്ക്. കാരണം ഇറാൻ യുദ്ധത്തിൽ ദുബായിയുടെ സുരക്ഷിതത്വത്തെ സംബന്ധിച്ച് വലിയൊരു ചോദ്യചിഹ്നം, സുരക്ഷിതത്വം ചോദ്യചിഹ്നമായി നിൽക്കുന്ന ഒരു അവസ്ഥ. ഗോൾഡൻ വിസ എന്ന് പറയുന്നത് അവർക്ക് വിസ അടിക്കാനുള്ള സമയം വേണ്ട. ഇറാന്റെ ഡ്രോൺ എപ്പോഴാണ് വരുന്നതെന്ന് അറിയാത്തത് ദുബായിക്കാരും എപ്പോഴും നോക്കിയിരിക്കുക. അവർ പാവങ്ങളാണ്. ഭാരതത്തിന്റെ ആയിട്ട് വളരെ സൗഹൃദം പുലർത്തുന്ന രാജ്യമാണ്. തന്നെയുമല്ല, ഇത്തരത്തിൽ അഭയാർത്ഥികളെക്കുറിച്ച് ലോകത്തിന് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ള ഏക മുസ്ലിം രാജ്യം UAE ആണ്. അവർ പറഞ്ഞിട്ടുണ്ട്, യൂറോപ്യൻസിന് ഒരു വിചാരമുണ്ട്, അവർക്ക് ഞങ്ങളെക്കാൾ കൂടുതൽ ഈ മതത്തിനെ അറിയാമെന്ന്. നിങ്ങൾക്കറിയില്ല, നിങ്ങൾ ഈ വലിച്ച് തലയിൽ വയ്ക്കുന്നത് ഏറ്റവും വലിയൊരു വിപത്തിനെയാണ്. ഇനി ഒരു 10 വർഷങ്ങൾ കൂടി കഴിഞ്ഞാൽ ലോകത്തെ ഏറ്റവും വലിയ ജിഹാദികൾ ലോകത്തിന് നേരെ പുറപ്പെടുക യൂറോപ്പിൽ നിന്നായിരിക്കുമെന്ന്. അങ്ങനെ പച്ചയ്ക്ക് മനസ്സിലായില്ലെങ്കിലോ എന്ന് വെച്ച് നല്ല ഓക്സ്ഫോർഡ് ഇംഗ്ലീഷിൽ അവിടുത്തെ വിദേശകാര്യമന്ത്രി, UAEയുടെ വിദേശകാര്യമന്ത്രിയോ അദ്ദേഹം, ആ വീഡിയോ നമുക്ക് വേണമെങ്കിൽ കിട്ടുമെങ്കിൽ നമുക്കൊന്ന് കൊടുക്കാം. കിട്ടിയില്ലെങ്കിൽ തന്നെ സാമൂഹ്യ മാധ്യമങ്ങളിൽ അന്വേഷിച്ചാൽ എളുപ്പത്തിൽ ലഭ്യമാണ്. ഒരു മുന്നറിയിപ്പ് ലോകത്തിന് നൽകിയിട്ടുള്ളതാണ്. എന്നിരുന്നാൽ പോലും അവരെ ആക്രമിക്കുന്നത് ആരാണ്? മറ്റൊരു മുസ്ലിം രാജ്യമാണ്. അപ്പോൾ ഈ പ്രശ്നത്തിൻ്റെ ഇടയിൽ മറ്റു ലോകരാഷ്ട്രങ്ങൾ തലവയ്ക്കാതിരിക്കുകയാണ് നല്ലത്. അവരുടെ പ്രശ്നങ്ങൾ അവർ തമ്മിൽ തീർക്കട്ടെ. കാരണം ഈ ഭാരതത്തിൻ്റെ കാര്യം പറഞ്ഞാൽ നമുക്ക് ഭാരതത്തിൻ്റെ കാര്യമാണ് പ്രാഥമികമായി നോക്കാനുള്ളത്. ഭാരതത്തിൻ്റെ കാര്യം പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 140 എണ്ണത്തിന് കൊടുക്കുന്നതേ തികയുന്നില്ല. എന്നിട്ട് പോലും ഇവിടെ കൂട്ടയിടിയും നിലവിളിയുമാണ്. അതിൻ്റെ ഇടയിൽ എന്തൊക്കെ പറഞ്ഞാലും മോദി രാജിവെക്കണം. ഫ്രീ ആയിട്ടുള്ള അരി തന്നു, ശരി, കോവിഡിന്റെ കാലത്ത് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ കാര്യങ്ങൾ കൊണ്ടുപോയി, എന്നാലും മോദി രാജിവെക്കണം യുദ്ധത്തിന്റെ സമയത്ത്. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇപ്പോൾ നമ്മുടെ രാജ്യത്തെ തലമുറ കുറച്ച് മാറി ചിന്തിച്ചു തുടങ്ങി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ മനോജ് ഇപ്പോൾ ഒരു സമയത്ത് എന്തെങ്കിലും കേന്ദ്രത്തിനെതിരെ എന്തെങ്കിലും ഒരു വാർത്ത കൊണ്ടുവന്ന് അല്ലെങ്കിൽ ഒരു വീഡിയോ കൊണ്ടുവന്നിട്ട് അത് നിമിഷങ്ങൾക്ക് അത് പൊളിച്ചെടുക്കാനായിട്ടുള്ള ഒരു സോഴ്സ് ഇപ്പൊ സോഷ്യൽ മീഡിയ വന്നതുകൊണ്ടുള്ള പ്രയോജനം അങ്ങനെയാ. അതൊരു വശം. സാമൂഹ്യ മാധ്യമങ്ങളിലുള്ള പ്രതികരണങ്ങൾ. രണ്ട് എന്ന് പറയുന്ന രാജ്യത്തിനോടുള്ള പ്രബുദ്ധത എന്ന് പറയുന്നത് ഞാൻ ജെൻസിയിൽ കണ്ടിട്ടുള്ളത്, അവർ ഈ നമ്മളെ പോലെ ഒന്നും 24 മണിക്കൂറും ക്യാമറയ്ക്ക് മുമ്പിൽ വന്ന് പ്രസംഗിക്കുകയോ അല്ലെങ്കിൽ ഇതിനുവേണ്ടി പ്രവർത്തിക്കുകയോ ഒന്നുമില്ല. പക്ഷെ എന്തെങ്കിലും ഒരു അസന്നിഗ്ധ ഘട്ടം വരുമ്പോൾ ഏതെങ്കിലും ഒരു തരത്തിലുള്ള ആവശ്യം അവരെ കൊണ്ടുണ്ടെങ്കിൽ അവർ മുന്നോട്ട് ഇറങ്ങുന്നുണ്ട്. ഏറ്റവും വലിയ ഉദാഹരണം, ഇന്ധന വില കുറച്ച് വർദ്ധിപ്പിച്ചപ്പോൾ അവർ തന്നെയാണ് പറഞ്ഞത് ഇത് കുഴപ്പമില്ല എന്നുള്ളത്. സ്വർണവും മറ്റും വാങ്ങുന്നതെന്ന് യാത്രകൾ കുറയ്ക്കാനുള്ള ഒരു ആഹ്വാനം പ്രധാനമന്ത്രി നൽകി. ലോകത്ത് ഒരു രാജ്യത്തെയും, അതും ഇത്രയും ജനസംഖ്യയുള്ള ഒരു രാജ്യത്തെയും ജനങ്ങൾ അതിനെ ഒരു നല്ല രീതിയിൽ സ്വീകരിക്കേണ്ടതല്ല. ഭാരതത്തിലെ ജനങ്ങൾ അത് ഇരുകൈയും നീട്ടിയാണ് സ്വീകരിച്ചതും അത് പ്രാവർത്തികമാക്കിയതും. അത്തരത്തിലുള്ളൊരു മാറ്റം നമ്മുടെ സമൂഹത്തിൽ വരുന്നുണ്ട് കേട്ടോ. കാരണം ഞാൻ പലപ്പോഴും പറയുമ്പോൾ ഈ 140 കോടി എണ്ണത്തിനെയും തീറ്റിപ്പോറ്റാൻ ഞാൻ ഉൾപ്പെടെയുള്ളവരെ പാടാണെന്നൊക്കെ പറഞ്ഞ് സ്വയം പരിഹസിക്കാറുണ്ട്. പക്ഷേ ഒരു വലിയ മാറ്റം നമ്മുടെ സമൂഹത്തിൽ വരുന്നുണ്ട്. പക്ഷെ അങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തിൻ്റെ ഇടയിലേക്ക് ഇത്രയും വലിയൊരു കുരിശുകളെയല്ല, ഇത്രയും വലിയൊരു എന്താ പറയുക, ഒരു വൈറസുകളെ എടുത്ത് വലിച്ചു കയറ്റേണ്ട ഒരാവശ്യവും ഭാരതത്തിനില്ല. ഭാരതത്തെ പോലെ തന്നെ മറ്റൊരു അമുസ്ലിം രാജ്യങ്ങൾക്കും ഇല്ലെന്നേ. 13 അതിസമ്പന്ന രാജ്യങ്ങൾ, ബാക്കി 45 ഇസ്ലാമിക നിയമവ്യവസ്ഥയിൽ പ്രവർത്തിക്കുന്ന രാജ്യങ്ങൾ. ഇത്രയും രാജ്യങ്ങൾ പോരെ ഈ കോടിക്കണക്കിന് അല്ലെങ്കിൽ മ്യാൻമറിലുള്ള മുഴുവൻ റോഹിംഗ്യരെ സംരക്ഷിക്കാൻ ഇവർ പോരെ? അവരത് ചെയ്യില്ല, മറ്റുള്ളവർ ചെയ്യണം. എന്നിട്ട് അവർക്ക് അതിൻ്റെ പേരിൽ ഈ വന്നു കയറിയവന്മാരെ ഉപയോഗിച്ച് ആ രാജ്യങ്ങളിൽ കുത്തിത്തിരിപ്പുണ്ടാക്കണം, കുഴപ്പങ്ങളും ഉണ്ടാക്കണം. അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ സെലിബ്രിറ്റീസ് ബാക്കിയുള്ളവന്മാരെന്ന് പറയുന്നത് അവരുടെ കയ്യിൽ ഇപ്പം നാളെ ആരെങ്കിലും റോഹിംഗ്യൻസിന് വേണ്ടിയിട്ട് കൃത്യമായിട്ടുള്ള കുറച്ച് കാശ് കൊടുത്താൽ അവർക്ക് വേണ്ടിയിട്ടും കരയും. പക്ഷേ അതിനുള്ളൊരു പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെപ്പോഴും നോക്കുന്ന ലോങ് ടേം ബെനിഫിറ്റ്സ് ആണ്. സ്ഥിരമായിട്ട് ഈ ഷേവ് ഖാസ എന്ന് പറഞ്ഞാൽ ഇടയ്ക്കിടെ കിട്ടും. അത് ഈ റീഫ്യൂവലായിട്ട് മറ്റേ സീസണലായിട്ടുള്ള അടിയാണ്. ഇടയ്ക്ക് ഇസ്രായേലിനെ അവന്മാർ ചൊറിയും, ഇസ്രായേൽ എടുത്തിട്ട് ചവിട്ടും. അപ്പോൾ ഷേവ് ഖാസ വിളിക്കും. പിന്നെ ഒരു 3 മാസം സമാധാനം. ഈ കിട്ടിയ കാശും കൊണ്ട് നമുക്ക് യൂറോപ്യൻ ടൂറിലൊക്കെ പോയി അല്ലെങ്കിൽ ഒരു ഗോൾഡൻ വിസയൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ചു വരുമ്പോൾ ഒന്ന് ഫ്രഷായിട്ട് തിരിച്ചു വരുമ്പോൾ അടുത്ത അടി തുടങ്ങിയിരിക്കും. അപ്പോൾ വീണ്ടും ഓൾ ഐസ് ഓൺ റാഫ എന്നൊക്കെ പറഞ്ഞു വരും. ഈ
ഏറ്റവും ദുഃഖകരമായൊരു കാര്യം. അവർ കാശ് മേടിച്ചിട്ട് റാഫയ്ക്ക് വേണ്ടിയിട്ടോ ഷാഫിക്ക് വേണ്ടിയിട്ടോ ആർക്ക് വേണ്ടിയിട്ടോ വിളിക്കട്ടെ, അല്ലെങ്കിൽ ഷേവ് ലക്ഷദ്വീപ് എന്ന് പറഞ്ഞ് പോസ്റ്റ് ഇട്ട് സ്വയം ഷേവ് ചെയ്ത് കാണിക്കട്ടെ, ഇതിനൊന്നും കുഴപ്പമില്ല. അവനവൻ്റെ രാജ്യമെന്ന് യുവമാർ പറയുന്ന നമ്മുടെ രാജ്യത്ത് പെഹൽഗാമിൽ ഒരു ഭീകരാക്രമണം നടന്നിട്ട് ഇസ്ലാമിക ഭീകരതയുടെ ഒന്ന് വിമർശിക്കാൻ ഒരു വരി എഴുതിയിടാൻ, അല്ലെങ്കിൽ അതിന് പകവീട്ടലായിട്ട് പകരം വീട്ടി ഓപ്പറേഷൻ സിന്ദൂർ നടത്തുമ്പോൾ അതിനെ ഒന്ന് അഭിനന്ദിക്കാൻ, അതിന് ഭാരതത്തിൻ്റെ ഭാരതീയരുടെ മനോവീര്യം വർദ്ധിപ്പിക്കാനായിട്ട് ഇവനൊക്കെ കോടിക്കണക്കിന് ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്ന് പറയുന്നു. എന്ത് ഇൻഫ്ലുവൻസ് ആണ് ഇവനൊക്കെ ചെയ്യുന്നത്? ഒന്നുമില്ല. അടിസ്ഥാനപരമായിട്ട് അനാമനാ സംതൃപ്തി, സ്വന്തം കാര്യം സിന്ദാബാദ് എന്ന് പറയും, അതിനുവേണ്ടി കാശ് വാങ്ങുക. ഒരു ഏറ്റവും ദുഃഖകരമായ കാര്യം, ഈ കാശ് കൊണ്ട് കൊടുത്താൽ അതൊരു സ്ഥിരതയുള്ള വരുമാനമാണ്, അല്ലെങ്കിൽ അവൻ്റെ പറയുന്ന തുകയൊത്താൽ എന്തും ചെയ്യുമെന്നുള്ളൊരവസ്ഥയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ സെലിബ്രിറ്റികൾ. എന്നിട്ട് പറയുന്ന സാമൂഹ്യ പ്രബുദ്ധതയുണ്ടെന്നാണ്. എന്ത് ചെയ്യാനാണ്? അവരെ അവഗണിക്കുക എന്നുള്ളത് മാത്രമേ ഒരു സാധാരണക്കാരന് ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ. പക്ഷെ അത് ഈ ഒരു സെലിബ്രിറ്റി കൾച്ചർ ഇപ്പോഴും ഇവിടെ നിലനിൽക്കുന്നുണ്ട്. ഹോളിവുഡിലൊക്കെ ഇപ്പോൾ ആ സെലിബ്രിറ്റി കൾച്ചർ തകർന്നടിഞ്ഞു കഴിഞ്ഞു. കാരണം ഏതെങ്കിലും ഒരു കാര്യം ഒരു സെലിബ്രിറ്റി നിങ്ങളോട് ചെയ്യാൻ ആവശ്യപ്പെട്ടാൽ അതിന് നേരെ വിപരീതമായിട്ടുള്ള ഫലമേ അവിടെ ഉണ്ടാകുകയുള്ളൂ. ഏറ്റവും അവസാനത്തെ ഉദാഹരണം അവഞ്ചേഴ്സ് എന്നുള്ള ഇത്രയും പ്രചാരം നേടിയൊരു സിനിമ ലോകത്തില്ല സമീപകാലത്ത്. അതിൽ തന്നെ എൻ ഗെയിം എന്ന് പറയുന്ന അതിൻ്റെ ഏറ്റവും അവസാനത്തെ ഭാഗം, ആ സിനിമയിലുള്ള അവഞ്ചേഴ്സ് കാസ്റ്റ് മുഴുവനായിട്ട്, അവഞ്ചേഴ്സായിട്ട് അഭിനയിച്ച ആളുകൾ മുഴുവനായിട്ട്, അതിലും ഏറ്റവും പ്രമുഖനായിട്ടുള്ള റോബർട്ട് ഡൗണി ജൂനിയറും ക്രിസ് ഹെംസ്വർത്ത് ഇല്ലായിരുന്നു, മറ്റുള്ള സ്കാർലറ്റ് ജൊഹാൻസൺ, എല്ലാവരും ചേർന്ന് കമലാ ഹാരിസിനെ ജയിപ്പിക്കണം എന്നുള്ള ഒരു അഭ്യർത്ഥന അമേരിക്കക്കാരോട് വെച്ചു. ആ ഒരൊറ്റ കാരണം കൊണ്ടാണ് കമലാ ഹാരിസിൻ്റെ ഒരു 10 വോട്ട് കുറഞ്ഞതെന്നാണ്, 10 അല്ല ഒരു 10,000 വോട്ട് കുറഞ്ഞതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സെലിബ്രിറ്റികൾ അഭിനയിച്ചാൽ മതി, നിങ്ങൾ വിദൂഷകരാണ്, നിങ്ങൾ ഞങ്ങൾക്ക് വിനോദോപാധികൾ നൽകുക, ഞങ്ങളെ വിനോദിപ്പിക്കുക, അതിനപ്പുറത്തേക്ക് രാഷ്ട്രീയം പറയാൻ നിങ്ങൾ തുടങ്ങിയാൽ നിങ്ങളുടെ രാഷ്ട്രീയം ഞങ്ങൾ പരിശോധിക്കും എന്നുള്ളതാണ് ഇപ്പോൾ വിദേശത്തൊക്കെ നടക്കുന്ന ഒരു കാര്യം. ഇവിടെയും അത് ചെയ്യുന്നുണ്ട്. പക്ഷേ അവിടെ ഈ സംഘപരിവാറിനെ കൊണ്ടുവയ്ക്കുവാർ, ഇവരെ വിമർശിക്കുന്നവർക്ക് സംഘിച്ചാപ്പ കുത്തി കൊടുക്കും. സംഘിച്ചാപ്പ കുത്തി കൊടുത്താൽ ഇപ്പോൾ അതും മാറി വരുന്നുണ്ട്. സംഘിച്ചാപ്പ കുത്തി അല്ലാതെ സംഘിയാണ്. സത്യം പറയുകയാണെങ്കിൽ ഞാൻ സംഘിയാണെങ്കിൽ ഞാൻ സംഘി തന്നെയാണ്. നീ ചോദിച്ചതിന് ഉത്തരം പറ. ഞാൻ ആരോ ആയിക്കോട്ടെ, ഇന്ന കാര്യം നിങ്ങൾ ചെയ്തത് രാജ്യവിരുദ്ധതയല്ലേ, അതിന് മറുപടി പറയൂ എന്നുള്ള ചോദ്യങ്ങൾ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവരിപ്പോൾ വളരെ ശ്രദ്ധാലുക്കളാണ്. കാരണം ഈ PR വാങ്ങിയിട്ടാണെങ്കിൽ ഇപ്പോൾ ഈ കഴിഞ്ഞ നമ്മൾ നേരത്തെ പറഞ്ഞൊരു കഥാപാത്രം ഇപ്പോൾ കരഞ്ഞുകൊണ്ട് നടപ്പുണ്ട്. ഞാൻ ആർക്കിട്ടും പണി കൊടുക്കണമെന്നൊന്നും വിചാരിച്ചല്ല ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്, ഞാൻ എൻ്റേതായ ഒരു ലോകത്ത് ഒതുങ്ങിക്കൂടി ജീവിക്കുന്നതാണ്. അത് കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് മുമ്പ് ഇറങ്ങിയ ഒരു വലിയ മുതൽ മുടക്കുള്ള ഒരു പടം 8 നിലയിൽ പൊട്ടി. അത് സ്വന്തം കാശല്ലായിരുന്നു. ഇപ്പോൾ തിയേറ്ററിൽ ഓടുന്നു എന്ന് പറയപ്പെടുന്ന ഒരു സാധനം 18 നിലയിൽ പൊട്ടി, അത് സ്വന്തം കാശ്. വീട്ടിൽ ഭാര്യയുടെ പേരിലാണ് പ്രൊഡ്യൂസ് ചെയ്തതെങ്കിൽ അത് സ്വന്തം കാശ്. അതിനുള്ള വേദന കുറച്ച് കൂടുതലാണ്. കാരണം ഇങ്ങനെ ഈ ലോകത്തില്ലാത്ത ഉടായ്പകൾ മുഴുവൻ കാണിച്ചുണ്ടാക്കിയ കാശാണ് ഇതിലിറക്കി പൊട്ടുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ നടന്ന് കരഞ്ഞുകൊണ്ട് ഇടയ്ക്ക് ഒരു അമ്പല ദർശനമൊക്കെ നടത്തിയിരുന്നു. ഇനി മാതാശ്രീ ഇറക്കി വിടും, എൻ്റെ മോനെ എല്ലാവരും കൂടി പിടിച്ച് തിന്നാൻ ശ്രമിക്കുന്നു, നുള്ളുന്നു, പിച്ചുന്നു, മാന്തുന്നു എന്നൊക്കെ പറഞ്ഞു വിടും. അതൊക്കെ ഒരു വഴിക്ക് കിടക്കും. റോഹിംഗ്യകളിലേക്ക് തിരിച്ചു വന്നാൽ റോഹിംഗ്യകളുടെ കാര്യം കഷ്ടമാണ്. കാരണം ഈ സെലിബ്രിറ്റികളെ വിട്ടേക്കും, ഭാരതത്തിൽ മനുഷ്യാവകാശ പ്രവർത്തകർക്ക് പോലും ഇവരെ വേണ്ട. അനാഥരാണ് അവർ, അധകൃതരുമാണ്. അങ്ങനെയാണ് അവരെ കാണുന്നത്. 500 ജീവനുകൾക്ക് യാതൊരു വിലയുമില്ല. ഞാനിപ്പോൾ പറയുന്നത് ഭാരതത്തിന് അത് വില കൊടുക്കേണ്ട കാര്യമില്ല. വില കൊടുക്കാനുള്ള ഒരു ബാൻഡ്വിഡ്ത്ത് ഭാരതത്തിനില്ല, അത് താങ്ങില്ല. പക്ഷേ ഭാരതത്തിൽ ഇത്രയും എല്ലാ ജീവനുകൾക്കും വില കൊടുക്കുന്നു എന്ന് പറയുന്ന പാകിസ്ഥാനെ പോലും അരുതേ, ആക്രമിക്കരുതേ എന്ന് കരയുന്നവർക്ക് റോഹിംഗ്യകളുടെ ഈ 500 ജീവനുകൾ എന്ന് പറയുന്നത് ഏറ്റവും പുതിയ സംഭവം മാത്രമാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ വർഷം തുടങ്ങുന്നതിൽ ഇപ്പോൾ വരെ ജൂൺ വരെ ഏതാണ്ട് 300ഓളം പേരെ ഔദ്യോഗികമായി കാണാതായതായി പറയപ്പെടുന്നുണ്ട്. ആയിരക്കണക്കിന് വരും ആ സംഖ്യ എന്നാണ് നമുക്കറിയുവാൻ കഴിയുന്നത്. കഷ്ടമാണ് അവരുടെ കാര്യം. പക്ഷേ അടിസ്ഥാനപരമായിട്ട് ഈ പ്രശ്നങ്ങളുടെ എല്ലാം ഉരസൽ തുടങ്ങുന്നത് അവരുടെ മതത്തിൻ്റെ സത്വബോധത്തിൽ നിന്നാണ്. മതത്തിൻ്റെ സത്വബോധം ആ പ്രദേശത്തുള്ള, ഏത് പ്രദേശത്താണോ ഇവർ താമസിക്കുന്ന ആ പ്രദേശത്തുള്ള തദ്ദേശീയരായിട്ടുള്ള ജനങ്ങളുണ്ടല്ലോ, ഒരു ജനവിഭാഗം കാണുമല്ലോ, അവരുടെ സംസ്കാരത്തെയും പൈതൃകത്തെയും ഒക്കെ ഇവർ പരിഹസിച്ചു തുടങ്ങും മര്യാദയ്ക്ക് ജീവിക്കുന്നൊരു കാലത്ത്. അവിടെ നിന്നാണ് ഈ അടിയൊക്കെ തുടങ്ങുന്നത്. ആലോചിച്ച് നോക്കൂ, ഈ ഒരു മതവിഭാഗം എവിടെ ചെന്നാലും അവർ ബുദ്ധന്മാരുമായിട്ട് പ്രശ്നം, ജൂതന്മാരുമായിട്ട് പ്രശ്നം, ക്രിസ്ത്യാനികളുമായിട്ട് പ്രശ്നം, ഹിന്ദുക്കളുമായിട്ട് പ്രശ്നം, ശ്രീലങ്കക്കാരുമായിട്ട് പ്രശ്നം, മതമില്ലാത്തവരുമായിട്ട് പ്രശ്നം, നിരീശ്വരവാദികളുമായിട്ട് പ്രശ്നം, തമ്മിൽ പ്രശ്നത്തോട് പ്രശ്നം. അപ്പോൾ ഇതിൽ ആരാണ് ശരിക്കുള്ള പ്രശ്നം? അതാണ് ചോദ്യം. അതാണ് ഈ ഒരു വിഷയത്തിൽ നമുക്ക് പറയാനുള്ളത്. എന്ത് ചെയ്യാനാണ്?
ജീവനുകൾ നഷ്ടപ്പെടുന്നത് സങ്കടമുള്ള കാര്യമാണ്. കാര്യമാണ്. ഇനിയും ആ ജീവനുകൾ നഷ്ടപ്പെടുന്നത് തുടരുക തന്നെ ചെയ്യും. പക്ഷെ ഭാരതത്തിന് അതിലൊന്നും ചെയ്യാനില്ല, ചെയ്യരുത് എന്നുള്ളത് തന്നെയാണ്. ക്രൂരമായിട്ട് തോന്നാം, പക്ഷെ പ്രായോഗികമായി ചിന്തിക്കുമ്പോൾ അത് തന്നെയാണ് ഭാരതത്തിന് എടുക്കാവുന്ന ഒരു നടപടി. സെലിബ്രിറ്റികൾ അവന്മാരെന്തോ ചെയ്യട്ടെ, ആരെങ്കിലും കാശ് കൊണ്ട് കൊടുക്കുകയാണെങ്കിൽ കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കിയുള്ള നാളെ ഷേവ് രോഹിംഗ്യ എന്ന് പറഞ്ഞിറങ്ങുകയാണെങ്കിൽ എവിടുന്നോ വന്നിട്ടുണ്ട് ഫണ്ട്, ഏതോ പെട്രോൾ ഡോളർ മണി ആരോ കൊടുത്തിട്ടുണ്ട് തൽപര കക്ഷികൾ എന്ന് വിചാരിച്ചോളാം. അതിനപ്പുറത്തേക്കൊന്നുമില്ല. ഓക്കെ മനോജ്, നമുക്ക് ഈ ചർച്ച വൈൻഡപ്പ് ചെയ്യാം. ശരി. അപ്പോൾ ഈ വിഷയത്തിൽ കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട് ഞങ്ങൾ വീണ്ടും വരും. പിന്നെ പുതിയൊരു വിഷയത്തിൽ പുതിയൊരു ചർച്ചയുമായിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം. തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ വളരെ പ്രാധാന്യമുള്ളതാണ്. കാരണം ഞങ്ങൾ മിക്കവാറും കഴിയുന്നിടത്തോളം എല്ലാ അഭിപ്രായങ്ങളും വായിച്ചു നോക്കാനും മറുപടി കഴിയുമെങ്കിൽ തരാനും ശ്രമിക്കാറുണ്ട്. മറുപടി തന്നില്ലെങ്കിൽ പോലും അതെല്ലാം ഞങ്ങൾ കാണുന്നുണ്ട്. തീർച്ചയായിട്ടും അതിനനുസരിച്ച് ഞങ്ങളുടെ വീഡിയോ മെച്ചപ്പെടുത്തുക, അല്ലെങ്കിൽ ആ നിങ്ങളുടെ അഭിപ്രായങ്ങളിൽ നിന്ന് പോലും പലപ്പോഴും ഞങ്ങൾ വിഷയങ്ങൾ ഉണ്ടാക്കിയെടുക്കാറുണ്ട് ചർച്ചയ്ക്കുള്ളത്. കാരണം അടുത്ത വിഷയത്തിലേക്ക് ഇത് മുന്നോട്ട് കൊണ്ടുപോകാനും അത് ആവശ്യമാണ്. അതുകൊണ്ട് കമൻറ്റ് ചെയ്യുക, ഒപ്പം വീഡിയോ ഷെയർ ചെയ്യുക, തത്വമയി ന്യൂസിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്താനും മറക്കരുത്. അപ്പോൾ അപ്പോൾ നന്ദി. നമസ്കാരം. വീണ്ടും കാണാം. നമസ്കാരം. നമസ്കാരം.